അങ്ങനെ ഇതേ ഒരു മാസത്തെ അവധി എടുപ്പിന് ശേഷം ഇത് വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് ഇന്നലെയാണ് കേട്ടോ എത്തിയത്. പതിവില്ലാതെ ഒരു മാസം എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്ന് തന്നെ ഇത് ഹസ്ബൻഡ് ജോലിക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി പറഞ്ഞു വിടാനുള്ള തിരക്കിലാണ്. നീർദോശയും പയറ് കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. നീർദോശ ആയതുകൊണ്ട് തന്നെ അത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് തന്നെ ടിഫിനായിട്ടും കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വേറെ ചപ്പാത്തി പരിപാടിയൊന്നുമില്ല. ദോശയും കറിയൊക്കെ ചടവടേന്ന് അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ തന്നെ പെട്ടെന്ന് കുടിക്കാനുള്ള വെള്ളവും തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. പ്യൂരിഫയറിനൊന്നും ഇപ്പോഴും എനിക്ക് വലിയ വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോഴും തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷനിൽ അത് അവിടെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും. അപ്പോൾ ആ നേരം കൊണ്ട് ഇത് വേഗത്തിൽ ഇതേ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആൾ റെഡിയായി വരുമ്പോഴേക്കും ദോശ ഉണ്ടാക്കി എടുക്കണം. ടിഫിനിലൊക്കെ ദോശ തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ എന്തായാലും ഇത് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ആൾ റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും ആകെ വേർത്ത് വല്ലാതായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ഇത്തിരി ചായ എടുത്തിട്ട് നേരെ മോൻ കിടക്കുന്ന ബെഡ്റൂമിലേക്ക് പോയി